1998 നവംബർ 17 മുതൽ 1999 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരതനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് വൈക്കം മാരാമറ്റത്തുമന ബ്രഹ്മശ്രീ PJ നാരായണൻ നമ്പൂതിരിയായിരുന്നു. നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ. സ്വാമിയേ ശരണമയ്യപ്പ. അമ്മേ ദേവി. 1998-99 കാലഘട്ടത്തിൽ ശബരിമല മേൽശാന്തിയാണ്. ഞങ്ങൾ ചെറുപ്പത്തിലെ പൂജാതിക്രമങ്ങൾ പഠിക്കുകയും അതിനുശേഷം ക്ഷേത്രങ്ങളിൽ ശാന്തി ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു ജീവിതം തുടങ്ങിയത്. അതിനു മുമ്പ് കുറച്ച് ജോലിക്കൊക്കെ ശ്രമിക്കുകയൊക്കെ ഉണ്ടായി. എന്നിരുന്നാൽ പോലും കിട്ടാതെ വന്നപ്പോൾ ഭഗവാനിൽ അഭയം തേടുക എന്ന ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് ശാന്തിപ്പണിയിലേക്ക് ഇറങ്ങി. ആ കാലത്ത് ശബരിമലയ്ക്ക് പോകുന്നത് ഇളയച്ചൻ്റെ കൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഓർമ്മ വെച്ച നാൾ മുതൽ പോകലും പിന്നെ സ്വന്തമായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴും മുടക്കാതെ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. ഒരു 10-20 വയസ്സായപ്പോൾ ശബരിമലയിൽ അന്നത്തെ മേൽശാന്തിയെ കണ്ടുകൊണ്ട് ഭഗവാനെ എനിക്കും ഇതുപോലെ ആകാൻ പറ്റുമോ, ആകാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയും പിന്നീട് മറ്റെല്ലാം ഉപേക്ഷിച്ച് ശാന്തി ജീവനത്തിൽ ഏർപ്പെടുകയായിരുന്നു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ടും ഞങ്ങളുടെ ഭരദേവതയായ ഉല്ലലക്കാവിലമ്മയുടെ അനുഗ്രഹം കൊണ്ടും കാർന്നവന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഞാൻ 98 മേൽശാന്തിയായി. അന്ന് ഈ വൈക്കത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ വൈക്കത്തുനിന്ന് അനവധി മേൽശാന്തിമാരുണ്ടായിട്ടുണ്ട്. ആ വർഷം തന്നെ 3 പേർക്ക് വൈക്കത്തുനിന്ന് തന്നെ സെലക്ഷൻ ഉണ്ടായിരുന്നു. അയ്യപ്പസ്വാമി എന്നെയാണ് ആ വർഷം പൂജ ചെയ്യാൻ നിയോഗിച്ചത്. അതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ മേൽശാന്തി പദം കിട്ടണമെന്ന് ആഗ്രഹിച്ച എൻ്റെ നാട്ടുകാരുമുണ്ട്. ഈ അമ്പലത്തിനോടനുബന്ധിച്ചുള്ള നാട്ടുകാർ. അന്ന് അവർ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ജ്യോത്സ്യർ പറഞ്ഞു വേണ്ട, അദ്ദേഹത്തിൽ ഇത്തവണ ഭഗവാൻ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ ഇവിടുത്തെ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് മറക്കാൻ മേലാത്തൊരു സംഭവമാണ്. എന്നെയും കൊണ്ടൊരു ജ്യോത്സ്യരുടെ അടുത്ത് ചെന്നിട്ട് ചോദ്യം ഇതാണ്: ഈ തിരുമേനിക്ക് മേൽശാന്തി ആകാതിരിക്കാൻ ഏതെങ്കിലും ഈശ്വരന്മാർ തടസ്സം നിൽക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ മേൽശാന്തി ആകാതിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ വിഷമിച്ചു പോയി ശരിക്കും. പക്ഷെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ചോദ്യമാണോ, എന്തായാലും ആ ജ്യോത്സ്യർ പറഞ്ഞു ഇദ്ദേഹം തന്നെയാണ് എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഈ ഉല്ലലക്കാവ് അമ്പലത്തിൽ ഒരു വഴിപാട്, ഇന്ന് സാധാരണ കണ്ടീഷനിലുള്ള ഒരു വഴിപാടുണ്ട്, അത് കൂടാതെ ഒരു വലിയ വഴിപാട് നടത്തി. ചതുശ്ശതം എന്നും പറഞ്ഞു. ഇന്നും 28 വർഷം പിന്നിട്ടിട്ടും ആ വഴിപാട് ഒരു വർഷത്തിൽ 10-20 പ്രാവശ്യമെങ്കിലും ഇവിടെ നടത്തുന്നുണ്ട് ഭക്തർ. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്താൽ, കാർന്നവന്മാരുടെ അനുഗ്രഹത്താൽ, അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ എല്ലാ അനുഗ്രഹത്താൽ ഞാൻ മേൽശാന്തിയായി. എനിക്ക് അതിലൊരു വലിയ ഭാഗ്യം കിട്ടിയത് എൻ്റെ അച്ഛനും അമ്മയും മക്കളും എല്ലാം ശബരിമലയിലേക്ക് വരാൻ സാധിച്ചു. ആ കാലത്ത് ആദ്യമായിട്ട് ഞാൻ ശബരിമലയ്ക്ക് ചെല്ലുമ്പോൾ ഇവിടെ മുരുങ്ങൂർ വിഷ്ണുനമ്പൂരിയുടെ കൂട്ടത്തിലാണ് മലയിൽ അസിസ്റ്റൻ്റായിട്ട് ചെല്ലണത്. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ 2 ദിവസം എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി ശ്രീകോലത്തേക്ക് എന്ന്. അങ്ങനെ 3-ാം ദിവസം ശ്രീകോലത്ത് നെയ്യുമായി ചെല്ലുന്ന എന്നോട് പറയുകയാണ് വലതുകാല് വെച്ച് കയറും, ഒരു മേൽശാന്തി ആകാനുള്ളതാണെന്ന് എന്ന് പറയുകയും സത്യത്തിൽ ആ ഒരൊറ്റ വാക്ക് അയ്യപ്പസ്വാമി അനുഗ്രഹിച്ച പോലെയായിരുന്നു അന്ന്. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം അദ്ദേഹത്തിൽ നിന്ന് പറയാൻ അവസരം എനിക്ക് കിട്ടി. അദ്ദേഹം മേൽശാന്തിയായപ്പോൾ ഞാൻ ആദ്യം പോയി നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ മുരുങ്ങൂർ വിഷ്ണു നമ്പൂതിരിയുടെ അനുഗ്രഹത്താലും മേൽശാന്തിയാകാൻ സാധിച്ചു. മണ്ഡല മകരവിളക്ക് കാലത്ത് ആദ്യമായിട്ട് ശബരിമലയിൽ മണ്ഡലം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ ചെല്ലുന്നു, അവരോധന ചടങ്ങുകൾ നടത്തുന്നു. അങ്ങനെ കൈപിടിച്ച് ശ്രീകോലിനകത്ത് തന്ത്രി നമ്മളെ കയറ്റുന്നു, മൂലമന്ത്രം ഉപദേശിച്ചു തരുന്നു. അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടന്നു. ആ കാലത്ത് ശരിക്കും ശബരിമലയിൽ സ്വർണം പൂശി ആദ്യമായി ഒരു പൂജ ചെയ്യാൻ എനിക്കൊരവസരം കിട്ടി. അങ്ങനെ അത് ആ വർഷം
മണ്ഡല മകരവിളക്ക് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തായ ഒരു മേൽശാന്തിയുടെ കൂടി ഒരിക്കൽ തീരുമാനിച്ചതാണ്, ശബരിമലയിൽ കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ താമസിക്കണം എന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു. അതും പ്രകാരം എനിക്കാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ ഞാൻ പ്രസിഡൻറ്റിൻ്റെ അടുത്തും തന്ത്രിയുടെ അടുത്തുമൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ ആകാം. അങ്ങനെ ആ ഒരു വർഷക്കാലം അയ്യപ്പൻ്റെ സന്നിധിയിൽ താമസിക്കാനിടയായി. ആ സമയത്ത് അയ്യപ്പൻ്റെ പൂജാരി എന്നുള്ള നിലയിൽ വളരെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് വളരെ ചുരുക്കം സമയമേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് അച്ഛൻ എന്നോട് പറയുകയാണ്, അമ്മാവന് സുഖമില്ല, സീരിയസ് ആണ് എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അയ്യപ്പൻ്റെ അടുത്തല്ലേ, ഒന്നും വരില്ല എന്ന് പറഞ്ഞു. അതുപോലെ ആ മേടമാസത്തിലാണ് പറഞ്ഞെങ്കിലും മേടവും ഇടവും കഴിഞ്ഞ് മിഥുനമാസവും കഴിഞ്ഞ് കർക്കിടമാസമായപ്പോൾ 5-ാം തീയതി കഴിഞ്ഞിട്ടാണ് ഇനി ചിലപ്പോൾ അമ്മാവൻ സ്വർഗത്തിലേക്ക് പൊക്കോട്ടെ എന്ന് പറയലും. അതുവരെ അയ്യപ്പൻ്റെ അടുത്ത് എന്ന് ഞാൻ പറയും, ഭഗവാനെ എന്നെ വിഷമിപ്പിക്കല്ലേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തായാലും ആ ഒരു വർഷം ഒരു അസുഖം പോലും വരാതെ കുറേയധികം നാമജപങ്ങൾ സാധിച്ചു അവിടെ ഇരുന്ന്. ജീവിതത്തിൽ അതിക്ക് മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതിക്ക് ശേഷവും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഈ ജന്മം മുഴുവൻ ജപിക്കാനുള്ളത് ഞാൻ ജപിച്ച് തീർത്തു. അവിടെ ഭഗവാന്റെ അടുത്ത് നമ്മൾ എന്താഗ്രഹിക്കുന്നു അത് സാധിക്കും, അതിനൊരു മാറ്റവും ഇല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജനങ്ങളോടും ഭക്തന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ ഫലേച്ഛ കൂടാതെ അയ്യപ്പനെ സേവിച്ചോളൂ, നിങ്ങൾക്ക് ഫലം ഭഗവാൻ തരും. വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്ത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ലാതെ ശബരിമലയ്ക്ക് പോകണം. അതിനൊരു വലിയൊരു ഉദാഹരണമാണ് ഞാൻ തന്നെ. ശബരിമലയിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ വളരെ വേണ്ടപ്പെട്ട 2 സുഹൃത്തുക്കൾ അങ്കമാലിക്കാർ തന്നെയാണ്. അവരവിടെ വന്നു. അവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി, കുട്ടികളില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ ഇവിടെ നിന്നൊരു മണി മുറിച്ച് കൊണ്ടുപോവുക. സന്നിധാനത്ത് അന്ന് മണി കെട്ടിത്തൂക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോവുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ മണി പൂജാമുറിയിൽ തന്നെ ശുദ്ധമായിട്ട് വയ്ക്കുക, തിരിച്ച് 2 മണി കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞു. അവരേതായാലും ആ പ്രാർത്ഥന ചെയ്തു, തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ വർഷം ഇറങ്ങാറായപ്പോൾ അവർ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വൈഫ് ഗർഭിണിയാണ്, അതുകൊണ്ട് മണി ഞങ്ങൾ പറഞ്ഞു, എന്തായാലും മണി കൊണ്ടുവന്നില്ലേ, കൊണ്ടുവച്ചോളൂ, അടുത്ത വർഷം വന്നോളൂ. ആ കുട്ടികളിപ്പോൾ വളർന്നു വലുതായി, അവരെ എനിക്ക് എഴുത്തിനിരുത്താൻ സാധിച്ചു. അവർ കുറച്ചും കൂടിയൊക്കെ വലുതായി. ഈ 28 വർഷത്തെ വളർച്ചയൊക്കെ അവർക്ക് കിട്ടിയിരിക്കുന്നു. നല്ല ജോലിയൊക്കെ ഉണ്ട്. അതൊരു വലിയ അനുഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടി അവിടെ വന്നു. എനിക്കറിയില്ലായിരുന്നു ആ കുട്ടി സംസാരിക്കില്ല. പക്ഷെ ഞാൻ പ്രസാദം അന്ന് സോപാനത്ത് വരെയും പ്രസാദവും കൊടുത്ത് ഒരു മാല കുട്ടി എടുത്ത് തീർത്ഥം കൈ കൊടുത്തപ്പോഴേക്കും ആ അമ്മ പറഞ്ഞു, ഞാൻ ഒച്ചത്തിൽ ശരണം വിളിക്കാൻ പറഞ്ഞു. അന്ന് കുട്ടി പതുക്കനെ വിളിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വിളിച്ചു, ആ കുട്ടി ശരണം വിളിച്ചു എന്നുള്ളതാണ്. അതൊരു അനുഭവം തന്നെയാണ്. അന്ന് എത്രയോ ആൾക്കാരങ്ങനെ വന്ന് അയ്യപ്പനെ അഭയം പ്രാപിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു. ശബരിമലയിൽ ഭക്തന്മാർ വരികയും മണ്ഡലത്തിൽ തന്നെ വരിക, അല്ലെങ്കിൽ മകരവിളക്ക് തന്നെ വരിക എന്നുള്ളത് തന്നെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി വ്രതാനുഷ്ഠാനങ്ങളെല്ലാം എടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടും, അത് സാധിക്കും. ഈ മണ്ഡലക്കാലത്തും അനവധി ഭക്തന്മാർ ശബരിമലയിൽ വരുന്നുണ്ട്. അവരുടെയെല്ലാം പ്രാർത്ഥന ഭഗവാൻ കേൾക്കട്ടെ, ഭഗവാൻ അവർക്ക് അനുഗ്രഹം തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.